മിഞ്ഞാന്നല്ല, പലപ്പോഴും ഞാൻ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയുണ്ട്, ക്ഷീണം ഉണ്ടോ? എന്നെ ഇപ്പം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ക്ഷീണം ഉണ്ടോ? കേൾക്കുന്നില്ല? അപ്പോൾ ഇതൊരു സ്ഥിരം ചോദ്യമാണ്. ആക്ച്വലി റേഡിയേഷനൊക്കെ ചെയ്തു എല്ലാം കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ് ഞാൻ ലൈഫുമായിട്ട്. പക്ഷെ വീണ്ടും ക്ഷീണം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല. ഒന്ന്, അവരുടെ കെയർ ആൻഡ് കൺസേൺ കൊണ്ടാണ് ചോദിക്കുന്നത്. രണ്ട്, എല്ലാവരുടെയും ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഐഡിയ അബൌട്ട് ക്യാൻസർ എന്ന് പറഞ്ഞാൽ അതോടുകൂടി എല്ലാം തീർന്നു എന്ന് ഇല്ല. നേരത്തെ കണ്ടുപിടിച്ചാൽ യു ക്യാൻ ബി ഫ്ലൈയിങ് ഹൈ. നേരത്തെ കണ്ടുപിടിച്ചാൽ യു ക്യാൻ ബി റണ്ണിങ് ആസ് ഫാർ ആസ് യു ക്യാൻ. പലപ്പോഴും എന്ത് പറ്റുമെന്ന് പറയാം, നമ്മൾ സ്ത്രീകൾ, നമുക്കെല്ലാവർക്കും ഡ്രീംസ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ സ്വന്തം ഡ്രീംസാണ്, ചിലപ്പോൾ ഈ ഡ്രീംസ് നമ്മുടെ കുട്ടികളെ ബേസ് ചെയ്തായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഭർത്താവിനെ ബേസ് ചെയ്തായിരിക്കാം, ചിലപ്പോൾ ഒരു വീടിനെ ബേസ് ചെയ്തായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കൊക്കെ സ്വപ്നങ്ങളുണ്ട്. ക്യാൻസർ പോലത്തെ അതുപോലത്തെ ഏതെങ്കിലും ഒരു ഡിസീസ് വന്നു കഴിയുമ്പോൾ എന്താ പറ്റുക? പലപ്പോഴും നമ്മളൊരു സ്റ്റാൻഡ് സ്റ്റില്ലായി പോകും. പക്ഷെ ഞാൻ തീരുമാനിച്ചൊരു കാര്യം, ക്യാൻസർ മേ ഡിസ്ഫിഗർ മൈ ബോഡി. ക്യാൻസർ കാരണം നമ്മുടെ ബോഡിയിൽ വളരെ വളരെ വ്യത്യാസങ്ങൾ വരുമായിരിക്കും. ബട്ട് ഐ വിൽ നെവർ ലെറ്റ് ക്യാൻസർ ഡിസ്ഫിഗർ മൈ ഡ്രീംസ്. ഈ ഒരു മെസ്സേജ് ഞാൻ ഇവിടെ ഇരിക്കുന്ന സർവൈവേഴ്സിനോടാണ്, കേട്ടോണ്ടിരിക്കുന്ന സർവൈവേഴ്സിനോടാണ് ഈ ഒരു മെസ്സേജ്. ഞാൻ ക്യാൻസറിന് ശേഷം വളരെ എന്താ പറയുക, എനർജിയോട് കൂടി ഓരോ പ്രോഗ്രാംസിൽ, ഇൻഫാക്ട് കൂടുതൽ എനർജിയോട് കൂടി കൂടുതൽ പ്രോഗ്രാംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും മാത്രമല്ല, എൻ്റെ PhD വരെ ഞാൻ കംപ്ലീറ്റ് ചെയ്തത് വാസ് ഡ്യൂറിങ് ദിസ് ക്യാൻസർ ട്രീ. നമ്മളുടെ നെഗറ്റീവിനെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഏർലി ഡിറ്റക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നേരത്തെ കണ്ടുപിടിച്ചാൽ ഇറ്റ്സ് വെരി ഈസി. എനിക്കൊരു വലിയൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 40 ആയപ്പോഴത്തേക്കിനും ഡോക്ടർ ഗംഗാധരൻ്റെ കൂടെയായിരുന്നു ആദ്യമേ എൻ്റെ ഫസ്റ്റ് മാമോഗ്രാം ചെയ്തത്. ഡോക്ടർ ഗംഗാധരൻ്റെ ഒരു മൊബൈൽ മാമോഗ്രാം ക്ലിനിക്കുമായിട്ട് ഡോക്ടർ ഇറങ്ങിയപ്പം ആൾക്കാർ മടിക്കുമായിരുന്നു പോകാനായിട്ട്. അപ്പം ഞാൻ വോളണ്ടിയർ ചെയ്തു. ഇൻഫാക്ട് ഞാൻ അവിടെ ഒരു ടോക്ക് കൊടുക്കാൻ വന്നായിരുന്നു, പക്ഷെ ഞാനും കൂടെ കയറി ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ കൊല്ലവും ഞാൻ മാമോഗ്രാം ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്ത ഒരു മാമോഗ്രാമിൽ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചതാണ്. സോ എവറി ഇയർ ആഫ്റ്റർ യുവർ 40 1 മാമോഗ്രാം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് എല്ലാ മാസവും നമ്മൾ സെൽഫ് എക്സാമിനേഷൻ ഓഫ് ബ്രസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ മാസം നമുക്ക് നമ്മുടെ ബോഡിയായിട്ട് യു നീഡ് ടു ബി ഇൻ ടച്ച് വിത്ത് യുവർ ബോഡി. നമ്മുടെ ബോഡി നമ്മുടേതാണ്, നമ്മുടെ സ്വന്തമാണ്. നമ്മുടെ ആ സ്വന്തം ബോഡീനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നാട്ടുകാരുടെയും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. മൈ ബോഡി ഈസ് ഫസ്റ്റ്. അപ്പം